ലോകത്തിലെ ഏറ്റവും വിചിത്രവും അത്ഭുതകരവുമായ യുദ്ധയന്ത്രങ്ങളിലൊന്നാണ് കാസ്പിയൻ സീ മോൺസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന ലൻ ക്ലാസ് എക്രാനോപ്ലാൻ. സമുദ്രത്തിന്റെ മുകളിലൂടെ പറക്കുകയും വിമാനത്തിന്റെ വേഗതയും കപ്പലിന്റെ ഭാരം വഹിക്കുന്ന ശേഷിയും ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന ഈ യന്ത്രം ഒരിക്കൽ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചു. ഇതിന്റെ യഥാർത്ഥ പേര് എക്രാനോപ്ലാൻ എന്നാണ്. എന്നാൽ ഇതിന്റെ വലിപ്പവും ഭീമാകാര രൂപവും കാരണം അമേരിക്കൻ ഇന്റലിജൻസ് ഇതിനെ സീ മോൺസ്റ്റർ എന്ന് വിളിച്ചു. ഇതിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് തിരിഞ്ഞു നോക്കാം. ഈ വിചിത്രമായ യന്ത്രത്തിന്റെ കഥ തുടങ്ങുന്നത് ശീതയുദ്ധ കാലത്താണ്. സോവിയറ്റ് യൂണിയൻ തന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ നിരവധി രഹസ്യ പദ്ധതികൾ ആരംഭിച്ചു. അതിൽ പ്രധാനമായ ഒന്നാണ് എക്രാനോപ്ലാൻ വികസനം. പ്രമുഖ ഡിസൈനർ റോസ്ലാവ് അലസ്കേവ് ഈ ആശയത്തിന് പിന്നിലെ മസ്തിഷ്കമായിരുന്നു. 1960കളിൽ കാസ്പിയൻ കടലിൽ നടന്ന പരീക്ഷണങ്ങളിൽ അമേരിക്കൻ ഉപഗ്രഹങ്ങൾ ഈ വലിയ യന്ത്രത്തെ കണ്ടെത്തി. എന്നാൽ അത് എന്താണെന്ന് പോലും തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാസ്പിയൻ സീ മോൺസ്റ്റർ ഒരു സാധാരണ വിമാനമല്ല. ഇത് ഗ്രൗണ്ട് എഫക്റ്റ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വെള്ളത്തിന്റെ ഉപരിതലത്തിന് വളരെ അടുത്തു പറക്കും. ഈ സാങ്കേതികവിദ്യയെ ഗ്രൗണ്ട് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വിമാനത്തിന് നിലത്തോടടുത്ത് പറക്കുമ്പോൾ വായുവിന്റെ സമ്മർദ്ദം വർദ്ധിച്ച് ലിഫ്റ്റ് കൂടും. ഇതാണ് ഗ്രൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ചിറകുകൾ വലിയതും ഭാരം വഹിക്കാൻ കഴിവുള്ളതുമാണ്. കൂടാതെ ഇത് വെള്ളത്തിൽ നിന്ന് നേരിട്ട് ടേക്ക് ഓഫ് ചെയ്യാനും കഴിയും. അതിനാൽ ഒരു വിമാനത്തിന്റെയും കപ്പലിന്റെയും തമ്മിലുള്ള ഒരു ഹൈബ്രിഡ് രൂപമാണിത്. ഈ യന്ത്രത്തിന്റെ വലിപ്പം അതിശയിപ്പിക്കുന്നതാണ്. ഏകദേശം 74 മീറ്റർ നീളവും 44 മീറ്റർ വിങ് സ്പാനുമുള്ള ഈ യന്ത്രം ചെറിയ ഒരു യുദ്ധക്കപ്പലിനോട് സമാനമാണ്. ഏകദേശം 400 ടണ്ണായിരുന്നു ഇതിന്റെ ഭാരം വരുന്നത്. ഇത് ഏകദേശം 500 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ ഇതിന് കഴിയുമായിരുന്നു. ഇതൊരു കപ്പലിനേക്കാൾ വളരെ വേഗമാണ്. കൂടാതെ ശക്തമായ ടർബോജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് ഇത് വളരെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുമ്പോഴും വലിയ ഭാരം വഹിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇതിന്റെ വലിയ പ്രത്യേകത. ലൻ ക്ലാസ് എക്രാനോപ്ലാൻ ഒരു ഗതാഗത വാഹനം മാത്രമായിരുന്നില്ല, അതൊരു ഭീമാകാരമായ ആയുധ പ്ലാറ്റ്ഫോം കൂടിയായിരുന്നു. ഇതിന് 6 വലിയ ആന്റി ഷിപ്പ് മിസൈൽസ് വഹിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മിസൈലുകൾ കടലിലെ വലിയ യുദ്ധക്കപ്പലുകളെ പോലും നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. അതിനാൽ ഇത് ശത്രുവിനെ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത അതിവേഗ ആക്രമണ യന്ത്രമായി രൂപകൽപ്പന ചെയ്തതാണ്. ഗ്രൗണ്ട് എഫക്റ്റ് കാരണം ഈ യന്ത്രം റഡാറുകൾക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് വെള്ളത്തിന് വളരെ അടുത്ത് പറക്കുന്നതിനാൽ ശത്രു റഡാറുകൾക്ക് ഇത് സാധാരണ കപ്പൽ പോലെ തോന്നും. അതിനാൽ ആക്രമണത്തിനായി ഇത് വളരെ പ്രഭാവശാലിയായ ഒരു ആയുധമായി ഇതിനെ കണക്കാക്കപ്പെട്ടു. അതിന്റെ വേഗതയും കുറഞ്ഞ ഉയരവും അതിനെ ഒരു ഇൻവിസിബിൾ അറ്റാക്കറായി മാറ്റിയിരുന്നു. ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 500 km/h ആയിരുന്നു. ഇതിന്റെ ഫ്ലൈറ്റ് ഹൈറ്റ് വെറും 5 to 10 മീറ്റർ മാത്രമായിരുന്നു. റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 2000 കിലോമീറ്റർ ആണ്. കപ്പലുകളേക്കാൾ വളരെ വേഗം കൈവരിക്കാൻ ഇതിന് സാധിക്കുമായിരുന്നു. വിമാനങ്ങളെക്കാൾ ഫ്യൂവൽ എഫിഷ്യൻ, കാരണം ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്നത് കാരണം വിമാനങ്ങളെക്കാൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ യന്ത്രത്തിന് 8 ജെറ്റ് എഞ്ചിൻ ഉണ്ടായിരുന്നു. ടേക്ക് ഓഫ് സമയത്ത് എല്ലാം ഫുൾ പവർ, ക്രൂസ് ചെയ്യുമ്പോൾ കുറച്ച് പവർ മാത്രം യൂസ് ചെയ്തതിനാൽ ഈ ഡിസൈൻ കാരണം ഇത് വെള്ളത്തിൽ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇതിൻ്റെ സത്യം. വളരെ ഉയർന്ന വേഗത്തിൽ സൂപ്പർസോണിക് ആക്രമണം നടത്താൻ ഇതിന് കഴിയുമായിരുന്നു. ആയതിനാൽ വലിയ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ പോലും നശിപ്പിക്കുവാൻ കഴിയും. ആയതിനാൽ ഇതൊരു ഹിറ്റ് ആൻഡ് എസ്കേപ്പ് അറ്റാക്ക് പ്ലാറ്റ്ഫോം ആയിരുന്നു. റഡാറുകൾക്ക് കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളതായിരുന്നു. കടലിൻ്റെ മുകളിൽ തന്നെ സഞ്ചാരം, വേഗത്തിൽ ആക്രമിച്ച് മടങ്ങാം എന്നൊക്കെയായിരുന്നു മറ്റൊരു പ്രത്യേകത. ആയതിനാൽ ഇതിനെ ഒരു ഇൻവിസിബിൾ സീ അസാസിൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ മഹത്തായ യന്ത്രത്തിന്റെ ദൈത്യയാത്ര അധികകാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് സത്യം. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഈ പദ്ധതികളും അവസാനിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾ, ഉയർന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് എന്നിവ കാരണം ഈ പ്രൊജക്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്നും കാസ്പിയൻ സീ മോൺസ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കാസ്പിയൻ സീ പ്രദേശത്ത് ഒരു ചരിത്ര സാക്ഷിയായി നിലകൊള്ളുന്നു. കാസ്പിയൻ സീ മോൺസ്റ്റർ ഒരു സാങ്കേതിക അത്ഭുതമായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഇന്നും അത് സൈനിക സാങ്കേതിക വിദ്യയുടെ ഒരു അസാധാരണ പരീക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഭാവിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ വീണ്ടും വികസിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരിക്കൽ സമുദ്രത്തിന്റെ മുകളിൽ ഭീമൻ പോലെ പറന്നിരുന്ന ഈ യന്ത്രം എന്ന ചരിത്രത്തിലെ ഒരു രഹസ്യ അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. താങ്ക്സ്.